അമ്മച്ചി, അമ്മച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് ഇരിമാനൂർ കാനാറ കെ കമലമ്മ. ഇപ്പൊ എവിടെ ഇറങ്ങിയതാ? ഞാൻ അമ്പലത്തിൽ പാട്ട് പാടാൻ വന്നതാണ്. പാട്ടുപാടിയാണോ ജീവിക്കുന്നത്? എല്ലാം ഇങ്ങനെ കടകളിലൊക്കെ കയറിയാണ് പാട്ട് പാടുന്നത്. പാട്ടും തരുന്നുണ്ട്. ഇന്ന് എത്ര രൂപ കിട്ടി? വൈകുന്നേരമാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു ആദ്യം പാട്ട് പാടിത്തരും. നല്ല പാട്ട് പാടും. അത് കുഴപ്പമില്ല, പാടിക്കൂ. ചക്കര പന്തൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്മരു രാജകുമാരി കണ്ണുനിയാനൊരു ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളൊന്നുമില്ല? ഒരു കൊച്ചുള്ള വയ്യാത്ത കൊച്ചാണ്. എന്തോ പ്രായമുണ്ട്? ആ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. രണ്ട് ആൺകുട്ടികൾ. ഒറ്റ വരുമാനമേ ഉള്ളൂ, വേറെ വരുമാനം ഒന്നും ഇല്ലല്ലേ? നമുക്ക് പെൻഷൻ കിട്ടുന്ന കാര്യമുണ്ട്. പെൻഷനുണ്ട്. ഈ പാടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കാര്യം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉള്ളത് ആണ്. ഒരു ദിവസം എത്ര രൂപ കിട്ടുമായിരിക്കും? ഒരു ദിവസം ചിലപ്പോൾ 300 രൂപ കിട്ടും. 300 രൂപ കിട്ടും. 300 രൂപ കിട്ടുന്നതൊക്കെ ഉണ്ട്. 200 രൂപ കിട്ടാത്ത ദിവസം അതിൽ കൂടുതൽ കിട്ടുന്നതും ഉണ്ട്. 4 പേര് കൂടപ്പം വഴിയോര കടയിലാണ് ഞാൻ പാടുന്നത്. വഴിയോര കടയിൽ കടയ്ക്ക പോണ കുറവിന്റെ തൊട്ടിന മേലെ. ഞാനിപ്പോ ഒറ്റയ്ക്ക് മാണിയൊരു വീടൊക്കെ വെച്ച് എനിക്ക് 4.5 ലക്ഷം രൂപ പേരിലേക്ക് എനിക്ക് കിട്ടില്ല. ആഹാരമൊക്കെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുമോ? അതോ ആഹാരമൊക്കെ എങ്ങനെ വീട്ടിലുണ്ടോ? ഞാൻ ആഹാരം ഒന്നും ഉണ്ടാക്കില്ല. ആഹാരം ഉണ്ടാക്കാനുള്ള സമയം കിട്ടും. എനിക്ക് അവിടെ നിന്ന് ആഹാരങ്ങൾ തരും. കടയിൽ നിന്ന് ആഹാരം തരും. അത് മേടിച്ച് തരും. ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വാങ്ങിച്ച് തരും. ഇറച്ചി കൂട്ടുമെങ്കിൽ ഇറച്ചി, കോഴിയൊക്കെ ഉണ്ട്. അവിടെ ആട്ടിനെയൊക്കെ വെട്ടൂല, എല്ലാ ഇറച്ചി അങ്ങനെയൊക്കെ കഴിക്കും. അങ്ങനെ കഴിക്കില്ല, കൊണ്ടുവരും. അങ്ങനെയുള്ള വരുമാനങ്ങൾ. ഞാൻ ചോറൊക്കെ വയ്ക്കുക. അരിയൊന്നും എനിക്ക് ചോറൊന്നും വേണ്ട. ഞാൻ അരി മേടിച്ചുകൊണ്ടുവന്ന് ചോറ് വയ്ക്കലിന് കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടികൾക്കും ഒക്കെ കോരി കൊടുത്ത് അരികളും മാരി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കള്ളം പറഞ്ഞില്ല. കള്ളം പറഞ്ഞാൽ നമ്മൾ കള്ളം പറഞ്ഞില്ല. രാത്രി എപ്പോഴാണ് തിരിച്ചു പോവാ? രാത്രി ഞാൻ ഒരു 4-5 മണിയാകുമ്പോൾ ഞാൻ പോണത് 4 മണിക്ക്. അല്ല, രാത്രി ഇപ്പൊ 8 മണിയായില്ലേ? ഇനി ഇവിടുന്ന് എപ്പോഴാ പോവാ? തിരിച്ചു ഞാൻ പോണില്ല. ഇന്ന് ഇവിടെ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അമ്പലത്തേക്ക് നിൽക്കും. അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴേ തിരിച്ചു വീട്ടിൽ പോകും. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് പ്രായം? എനിക്കിപ്പോ 70 വയസ്സാണ് വിളിച്ചത്. 70 വയസ്സ്. എത്ര നാളോട് ഇങ്ങനെ പാട്ടുപാടി? പാടിയത് ഇപ്പൊ 1 വർഷം കൊണ്ട് ഞാൻ പാടുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ? ഇതാണ് നമ്മുടെ വരുമാനം കാര്യങ്ങളല്ല അല്ലേ? പെൻഷൻ കിട്ടും. പെൻഷൻ 2 മാസം ഒരുമിച്ച് കിട്ടി. പിന്നെ 1 മാസത്തിൽ അങ്ങനെ കിട്ടി. എത്ര ഉണ്ട് പെൻഷൻ? നമുക്ക് ഇപ്പൊ ഒരു മാസത്തില് 1600 രൂപ കിട്ടും. പിന്നെ ഈ വരുമാനമുണ്ട്. അങ്ങനെ എന്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ കൊടുക്കും. എന്റെ മോന് വയ്യാത്ത ജന്മിയാണ്. എന്റെ ടീം എന്റെ കൊച്ചിനും എന്റെ വയറിന് എടുത്താണ് എന്റെ മോനെ. അമ്മയ്ക്ക് ജന്മിയാണോ? വയറ് സുസിരിന്റെയിലാണ്. 6 ദിവസം ഒരു കണക്കിന് ജന്മി കിടന്ന് 7 വയറിന് എടുത്തതാണ്. എന്റെ മോനും ഉണ്ട് എന്റെ ടീം. അവന് കുളിയ കഴിക്ക മുടങ്ങാതെ കുടിക്കും. അല്ലെങ്കിൽ നല്ല കിളിച്ചിരി പോലെ വരും. എന്റെ വയറ്റിൽ കിടന്നല്ലേ. എന്നെ ഞാൻ പാടാൻ പോണേ എനിക്ക് അങ്ങനെ ഒന്ന് ദൈവം എന്നെ വരുത്തുമെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ വീടും. ഞാൻ പാമ്പുള്ള ആശുപത്രിയിൽ 24 ദിവസം അയറ്റി കിടന്നതാണ്. മരുമോക്ക് ജോലിയുണ്ടോ? മരുമോക്ക് ജോലി ഉണ്ടെന്നോ അവിടെ ഇല്ലൊക്കെ അർത്ഥം അവള് ജീവിക്കുന്നത്. നാളെ രാവിലെ വീട്ടിൽ പോകത്തല്ലേ? ഞാൻ കാലത്തെ പോകും. ഇനി ഞാൻ വൈകിട്ടൊക്കെ പോയാലേ നേരത്തെ ഞാൻ പാട്ടെല്ലാം രാജ്യയിലും കിടക്കുന്നു. അതുകൊണ്ട് ആളുകൾ ചതിക്കുന്ന ആളുകൾ ഉണ്ട്. മക്കളെ പിടിച്ച് എവിടെങ്കിലും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് പാട്ട് ഞാൻ റേഡിയോയിൽ കേട്ട് പഠിച്ചാണ്. ഇത് എല്ലാം വേണം. ശരിയമ്മേ, സന്തോഷം. നാടകത്തിൽ നീരു നൽകണം, നാടോടി പാട്ടുകൾ പാടേണം. നാടകത്തിൽ നീരു നൽകണം, നാടോടി പാട്ടുകൾ പാടേണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം. അടിപൊളി പാട്ട്. അടിപൊളി പാട്ട്.